വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ വിഷമത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ എന്താണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുള്ള രീതിയിലുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കി തുടങ്ങുന്നത്. സോ ഫസ്റ്റ് കാർഡ് വിൽ ബി ദിസ് ആൻഡ് ലെറ്റ് വി ചെക്ക് വാട്ട് വിൽ ബി ദ എനർജി ഓഫ് യുവർ പേഴ്സൺ. സീക്രട്ട് ബ്രീഡ് ആൻഡ് സൗണ്ട് ലൈഫ് ഫോഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അതായത് ഹീലിംഗിൽ അവൈലബിൾ ആകാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളിലും നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ബിക്കോസ് നിങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. അതുപോലെ ഈ പേഴ്സണ് പലതരത്തിലുള്ള മോശപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നല്ല രീതിക്ക് തന്നെ ഹീലിംഗിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് മനസ്സിനും ശരീരത്തിനും ശാരീരികപരമായിട്ടും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഉറക്കമില്ലാത്തതാകാം, അല്ലെങ്കിൽ മര്യാദക്ക് സമാധാനമായിട്ട് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കാം, നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ വൈബ്രേഷൻസ് ഉയർത്താനായിട്ട്, കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്കിവിടെ നോക്കിയിട്ട് കിട്ടുന്നത് ലോ എനർജിയാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ലോ ആണ്. അപ്പോൾ ആ ലോ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് വളരെയധികം ലോ ആയതുകൊണ്ട് തന്നെ അത് ഹൈ വൈബ്രേഷൻസിലേക്ക് ആക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സൺ മുഴുവനായിട്ട് വിഷമിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ പ്രാക്ടീസസ്, ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ മെഡിറ്റേഷൻ, ക്ലെൻസിങ് ചെയ്യാം. അതായത് പുണ്യ നദിയിലൊക്കെ പോയി മുങ്ങ, അല്ലെങ്കിൽ അമ്പലത്തില് തീർത്ഥം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലെൻസിങ് കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓരോ തവണയും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം തടസ്സങ്ങൾ വന്ന് മൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ഫോണിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഏതൊക്കെ സാഹചര്യത്തിലൂടെ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കിയാലും അത് നടക്കാറില്ല, അത് തടസ്സപ്പെട്ടു പോകാറാണ് പതിവ് എന്നുള്ള രീതിയിലാണ് എനർജി കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ത്രോട്ട് ചക്ര കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മെയിൻ എനർജി എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് ഈ വ്യക്തിക്ക് ഫുൾ ടൈം, അതായത് എപ്പോൾ നോക്കിയാലും ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ഒരു മെയിൻ എനർജി ഉണ്ടാവുമല്ലോ, എപ്പോഴും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് വളരെയധികം മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നും കരുതിയിട്ട് എപ്പോഴും പൈസ, പണം 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 അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും
ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് നല്ല രീതിക്ക് തന്നെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയരണം. അല്ലെങ്കിൽ നല്ലൊരു ജോലി, ഇപ്പൊ നല്ലൊരു ജോലി ഇല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം. നല്ല വിദ്യാഭ്യാസം ഈ പേഴ്സണ് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയെടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണെങ്കിൽ അതിൽ പ്രൊമോഷൻസ് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി ഉണ്ടെങ്കിൽ സൈഡിൽ കൂടെ വേറെ ഏതെങ്കിലും ജോലിയും കൂടി ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടോ എപ്പോഴും ഗുഡ് ന്യൂസ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിപ്പോഴാണെങ്കിൽ പോലും, അതായത് നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ള സിറ്റുവേഷൻസ് എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതാണ് ഈ പേഴ്സന്റെ മെയിൻ എനർജി. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടമില്ല, നിങ്ങളെ പ്രാധാന്യമില്ല എന്നല്ല. പക്ഷെ എന്തൊക്കെ വന്നാലും ഭൂമി കുലുങ്ങിയാലും ഈ പേഴ്സൺ കരിയർ വിട്ടൊരു കളിയില്ല. ഓക്കെ, അതായത് കരിയർ പരമായിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പേഴ്സണൽ കുറെ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്, ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സന് വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ പേഴ്സന്റെ മെയിൻ എനർജി എന്നും പറയുന്നത്. അതുപോലെ ഈ പേഴ്സന്റെ നിലവിലെ ചിന്തകൾ, അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള നിലവിലെ ചിന്തകളും, അതുപോലെ ഈ പേഴ്സൺ എന്തൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അത് നമുക്ക് വി ഗോട്ട് ദ യെസ് ദ മൂൺ ലൈറ്റ്, ബട്ട് ദിസ് കാർഡ് ഇസ് റിവേഴ്സ്. നമുക്ക് റിവേഴ്സ് ഫോമിലാണ്, അതായത് ഈ ഒരു കാർഡാണ് മൂൺ ലൈറ്റ് ആണ് കിട്ടിയത്, ബട്ട് വി ഗോട്ട് ഇറ്റ് ഈസ് ആസ് എ റിവേഴ്സ് എനർജി ആയിട്ടാണ് നമ്മൾക്കത് ആക്ച്വലി കിട്ടിയിട്ടുള്ളത്. സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടോ ഇതൊരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ വേറെ കാര്യങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് കൺഫ്യൂഷൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇല്ല. എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും ഈ പേഴ്സണ് നല്ല രീതിക്ക് ബോധമുണ്ട്. ഓക്കെ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് എന്താണെന്നുള്ളത് ഈ പേഴ്സണെ ആരൊക്കെയോ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ നിങ്ങളായിട്ടുള്ളത് ഒരു ദാമ്പത്യ ജീവിതമാകാം, അല്ലെങ്കിൽ പ്രണയബന്ധമാകാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പേഴ്സൺ അനാവശ്യമായിട്ട് മറ്റാരോടൊക്കെയോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാരെയൊക്കെയോ ഇതിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്, വലിച്ചഴക്കുന്നുണ്ട്. ഓക്കെ, ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം കൂടിയായിട്ട് ഈ പേഴ്സണ് നല്ല രീതിക്ക് തന്നെ എന്താണ് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റാരൊക്കെയോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡ് ആയിരിക്കാം. സോ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത്? ചിലപ്പോൾ ഈ പേഴ്സൺ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഈ പേഴ്സണെ തെറ്റിക്കാനായിട്ട് വേറെ ആൾക്കാർ വരും. ഓക്കെ, നീ ചിന്തിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി എന്നുള്ള ലെവലിലേക്കുള്ള സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ, അപ്പൊ നിങ്ങൾ പോലും വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ് ഈ പേഴ്സണ് പറ്റുന്നതെന്നുള്ളത്. ബട്ട് ആക്ച്വലി കാര്യം ഇതാണ്, ഈ പേഴ്സണ് വേറെ ആരൊക്കെയോ ഡയറക്ഷൻ വിട്ട് തെറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാധ്യതകളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അതായത് ഇനി മുന്നോട്ടിനി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ പരിഹരിക്കാം, ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. പകരം കഴിഞ്ഞു പോയ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും, അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടിയെ കുറിച്ചും ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി ഈ പേഴ്സണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാണ് റിയൂണിയനും ആ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ പോവാത്തത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് കേട്ടോ. ഇപ്പൊ മറ്റുള്ളവരായിട്ട് ഒരു സന്തോഷിക്കാനോ അങ്ങനെയൊന്നും ഈ പേഴ്സണ് പറ്റുന്നില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സന്റെ പ്രധാന ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഈ വ്യക്തിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയാ, യെസ്, തീർച്ചയായിട്ടും ദ സെൻസ്വാലിറ്റി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫെമിനൈൻ വിസ്ഡം ആൻഡ് പാഷൻ ആണ് കുറച്ചും കൂടി ഈ പേഴ്സൺ ഒരു ഫെമിനൈൻ എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീനെ ആയിക്കോട്ടെ പുരുഷനെ ആയിക്കോട്ടെ,
ആ വ്യക്തിക്ക് കുറച്ചധികം ഫെമിനൈൻ എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചിട്ട് അത് എന്താ പറയാ, ആണത്തമില്ലാത്ത വ്യക്തിയല്ല, അങ്ങനെയൊന്നും അല്ല. ബട്ട് ഇവിടെ കുറച്ചും കൂടി സ്ത്രീത്വം, അല്ലെങ്കിൽ കുറച്ചും കൂടി അത് ചിലപ്പോൾ അമ്മനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കാം ഈ വ്യക്തിക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, അവർക്ക് അമ്മയോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അമ്മ പറയുന്നത് മാത്രം കേൾക്കാം, അല്ലെങ്കിൽ അമ്മ പറയുന്നതിന്റെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ പെട്ടെന്ന് വിഷമിക്കും. മീൻസ് നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും. അങ്ങനത്തെ ഒക്കെ അമ്മയോടൊക്കെ വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ എനർജി കുറച്ച് കൂടുതലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് എന്താ പറയാ, നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹം ലഭിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു അമ്മയുടെ സ്നേഹം കിട്ടണമെന്നും, ഒരു സഹോദരി, നല്ലൊരു സഹോദരി ആകണമെന്നും, നല്ലൊരു ഭാര്യ, കാമുകി, ഇതൊക്കെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നേരെ തിരിച്ച്, ഐ മീൻ നേരെ തിരിച്ച് ചിന്തിക്കാട്ടോ. അതായത് പുരുഷന്മാരാണെങ്കിൽ അച്ഛനായിട്ടും കാമുകന്റെ സ്നേഹം, നല്ലൊരു സഹോദരന്റെ സ്നേഹം, അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ്. ഓക്കെ, അതിപ്പോൾ എല്ലാ മനുഷ്യർക്കുള്ള ഒരു വികാരങ്ങളാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളിലൂടെ ഒരു തലമുറ, അതായത് രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ട് എന്താ പറയാ, കുട്ടികള് ഉണ്ടാവുക, അച്ഛനും അമ്മയും ആവുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം താല്പര്യമാണ്. മനസ്സിലായി, അത് ഒരു ഇമോഷണൽ ആണത്. ഓക്കെ, അതൊരു ടൈം പാസോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അതൊന്ന് ആസ്വദിക്കുക, അത് കഴിഞ്ഞിട്ട് പോവുക, അങ്ങനെയല്ല. ഒരു ഉത്തരവാദിത്തം, അങ്ങനത്തെ ഒരു ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഈ പേഴ്സണ് വളരെയധികം താല്പര്യമാണ്. നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ ശരീരമൊക്കെ ആണെങ്കിലും ജിമ്മിലൊക്കെ പോവുക, യോഗയൊക്കെ ചെയ്ത് ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, സ്കിന്നൊക്കെ നല്ല സൂപ്പറാക്കിയൊക്കെ മുടിയൊക്കെ നല്ലോണം സംരക്ഷിച്ച് ഒക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശബ്ദത്തിന്റെ മാധുര്യം, നിങ്ങളുടെ സംസാര രീതി, ഇതൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ, അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ടൊരു ഫാമിലി അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഇന്റൻഷൻ തന്നെയാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലായോ, നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി ഹാപ്പി ഫോർ ഹിം ഓർ ഹെർ. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഈ വ്യക്തിയുടെ ഇമോഷൻസ് ആണ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സന്റെ ഒരു ഇമോഷണൽ എനർജിയാണ്. അപ്പൊ ഇമോഷണൽ എനർജി എന്താണെന്നുള്ളതാണ്. യെസ്, ഇവന്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, അതെന്താണെന്നുള്ളതാണ്. അപ്പൊ അത് എന്താണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തല്ലുപിടുത്ത മേഖലയാണ്. തല്ലുപിടുത്ത മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ തീർത്തും നമുക്ക് ഒരു എനർജി കിട്ടുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ ആണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ വ്യക്തി എന്തിലേക്കോ സ്റ്റക്ഡ് ആണ്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അത് തീർത്തും നമുക്ക് ഈ ഒരു എനർജി പ്രകാരം കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്, അല്ലേ? വളരെയധികം ഭ്രാന്തമായിട്ട് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകള്, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്, അല്ലെ? ലേഡി ഓർ പുരുഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വീട്ടുകാര് ആണ്, അവർ തന്നെയാണ് കൂടുതലും ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. സോ അവരെ വേണ്ടാന്ന് വെക്കാനും ഈ പേഴ്സണ് പറ്റില്ല, എന്നാൽ അവരെ കളയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ശത്രുത്വം അല്ലെങ്കിൽ ശത്രുക്കൾ ഒരുപാടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ശത്രുക്കൾ ഒരുപാടുള്ള ഒരു കണക്ഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വി ഗോട്ട് ദ എനർജി ഈസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, വളരെ ശക്തമായിട്ട് ഇടിമിന്നൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ട്രീ ആണ്. സോ ട്രീ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതായത് ഇതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ കൊട പിടിക്കുന്നത് പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്.
ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ വാശിയായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഈ പേഴ്സൺ തീരുമാനം എടുക്കട്ടെ, ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ, അല്ലെങ്കിൽ ഈ പേഴ്സൺ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊട്ടക്ഷൻ തുടങ്ങി വെക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് അഫർമേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പറ്റിയ ബ്രേസ്ലെറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാം, ഇല്ലെങ്കിൽ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ഇത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ്, ഇപ്പൊ നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങളെ വഴി കാണിച്ച് തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വഴികാട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവരുടെ വഴി നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ വേണം. അതായത് സ്വയം തീരുമാനിച്ച് സ്വന്തം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകരുത്. അത് പല തെറ്റുകളിലേക്കും വഴി തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് മുതിർന്ന അല്ലെങ്കിൽ കുറച്ച് വിവരമുള്ള ആൾക്കാരുടെ കുറച്ച് എന്താണ്, ഒരു അഡ്വൈസ്, ഒരു ഉപദേശം സ്വീകരിക്കുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അത് വൃത്തിയായിട്ടുള്ള ആൾക്കാരായിരിക്കണം, അത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കണം. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയൊന്നും ചോദിക്കരുത്. അതുപോലെ അനാവശ്യമായിട്ടുള്ള പേടി കളയാനായിട്ട് പറയുന്നുണ്ട്. പേടിയും പല കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് തടസ്സം കൊണ്ടുവരും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എനർജി, അപ്പൊ നിങ്ങളുടെ എനർജി എങ്ങനെ, ഇപ്പൊ ഇത്രയും നേരം ഈ പേഴ്സന്റെ എനർജിയാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് വി ഗോട്ട് യെസ്, ദ മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻ ആണ്. നിങ്ങൾക്കും ഒരുപാട് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ഉണ്ട്. നിങ്ങളുടെ മുന്നിലേക്കും ഒരുപാട് ആൾക്കാർ ഒരുപാട് കല്യാണാലോചനകൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രപ്പോസൽസ്, വേറെ ഒരുപാട് പ്രണയം, ലവ് പ്രപ്പോസൽസ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചും കൂടി മെഡിറ്റേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ക്ലെൻസ് ചെയ്യാനാണ് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ടർ ക്ലെൻസിങ് ഒക്കെ വളരെ നല്ലതാണ്. മാനിഫെസ്റ്റേഷൻ പ്ലസ് അഫർമേഷൻ പ്ലസ് വാട്ടർ ക്ലെൻസിങ്, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും വളരെയധികം വിട്ടു പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ് നിങ്ങളിൽ നിന്നും പോകേണ്ടത്, എന്താണ് നിങ്ങളിൽ നിന്നും വരേണ്ടത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ 2 കാർഡ്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പോകേണ്ടത് എന്താണെന്നുള്ളത് നോക്കാം. യെസ്, പീസ് ഓഫ് മൈൻഡ് ആണ്. നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ആ ഒരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് ഷെയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ മറ്റാരൊക്കെയോ നിങ്ങളെ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങളെ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെ വെച്ചിട്ടായിരിക്കണം, ആഗ്രഹങ്ങളെ വെച്ചിട്ടായിരിക്കണം. ആരൊക്കെയോ നിങ്ങളെ കടിഞ്ഞാണിടുന്നുണ്ട്, മനസ്സിലായി, ആരൊക്കെയോ നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓൾസോ എന്താണ് നിങ്ങളിലേക്ക് വരേണ്ടത്, ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻ ആണ്. ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻ എന്ന് വെച്ചാൽ വേറെ പോയി പ്രണയിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കൂട്ടുകെട്ടുകൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അത്രയും നല്ലതല്ല, ടോക്സിക് ആയിട്ട് തോന്നിക്കുകയാണെങ്കിൽ പ്ലീസ് അവിടെ നിന്ന് മാറുക, പുതിയ കണക്ഷൻസിനെ സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ദ ഓവറോൾ എനർജിയാണ്, കറണ്ട് വൈബ്രേഷൻസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. യെസ്, ഗോബ്ലിൻസ് ആണ്. ബട്ട് വി ഗോട്ട് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ഗോബ്ലിൻസ് അത് തീർച്ചയായിട്ടും നമുക്കിവിടെ ഇമോഷൻസ് ആണ്. നമുക്കിവിടെ നിങ്ങളുടെ കാര്യമാണെങ്കിലും ഈ പേഴ്സന്റെ കാര്യമാണെങ്കിലും ഇമോഷൻസ് ആണ്. ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഇമോഷൻസിൽ നിന്നും നിങ്ങൾ എന്താണ് പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കണം. നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. വേറെ ആൾക്കാരെ നിങ്ങളിലേക്ക് വരാനോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനോ, നിങ്ങളെ നിയന്ത്രിക്കാനോ ഭരിക്കാനോ നിന്നു കൊടുക്കരുത്. ആൻഡ് ഓൾസോ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, അതുപോലെ ബൗണ്ടറീസ് വെക്കുക. ഓക്കെ, മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് വിളിച്ച് കയറ്റാണ്ടിരിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓവറോൾ കറണ്ട് വൈബ്രേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഒക്കെ നോക്കാം, എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സൈഡിലോട്ട് മാറ്റട്ടെ. യെസ്, ദ മാനിഫെസ്റ്റേഷൻ, ഫസ്റ്റ് കാർഡ് തന്നെ വി ഗോട്ട് ദ മാനിഫെസ്റ്റേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് നോക്കുക.
ബ്രേക്കപ്പ് സിറ്റുവേഷൻ. ഓക്കെ, ഈ പേഴ്സണായിട്ട് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന. ഓക്കെ, സൗണ്ട് മേ ബി നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ സൗണ്ട് കുറച്ച് പ്രത്യേകതയുള്ളതാണ്, അല്ലെങ്കിൽ ഇഷ്ടം തോന്നിക്കുന്ന ശബ്ദമാണെന്ന് കാണിക്കുന്നു. വെഡ്ഡിങ് ഒക്കേഷൻസ്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരു ഒക്കേഷൻസിലൊക്കെ പോയപ്പോഴായിരിക്കാം ഈ പേഴ്സണെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒക്കേഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി. അതെ, കുറ്റബോധം ഇവിടെ നിങ്ങളെ രണ്ടുപേരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രാവൽ, രണ്ടുപേരും മേ ബി ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രയിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കണ്ടുമുട്ടിയവരായിരിക്കാം, അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. കൃത്യമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പേഴ്സണോ. എനിമീസ്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു, ഒരുപാട് ശത്രുക്കളുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണപ്പെടുന്നു. സ്ലീപ്ലെസ് നൈറ്റ്. ഓക്കെ, രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ. ഓവർ എക്സ്പെക്റ്റേഷൻ. ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും. യെസ്, ക്രൈയിങ് കിട്ടിയിട്ടുണ്ട്. കരയുക. അനാവശ്യമായിട്ട് കരയേണ്ട ആവശ്യമില്ല. ഇയറിങ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇടുന്ന കമ്മലുകളായിരിക്കാം, അതൊക്കെ വളരെയധികം ആക്സസറീസ് ഒക്കെ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ഐസ്, നിങ്ങളുടെ കണ്ണുകൾ വളരെ എന്താ പറയുക, അടിപൊളിയായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി കിട്ടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഉണ്ട്. ലേസ്നെസ്. യെസ്, മടി തോന്നിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മടിയന്മാരായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ബ്രൗൺ ഐസ്. ബ്രൗൺ ഐസ്. ആംഗ്രി ഇഷ്യൂസ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ. ഓക്കെ, ഇതൊക്കെ സർട്ടൺ അഡിക്ഷൻസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കരകയറാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.